hello and welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് കുർത്ത ഹോൾ ആണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി മീഷോന്റെ ഷോർട്ട് കുർത്ത ഹോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലിപ്കാർട്ട് ഷോർട്ട് കുർത്ത ഹോളാണ് കേട്ടോ. അതും എല്ലാ സാധനങ്ങളും ബിലോ ഒരു 240 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന ഷോർട്ട് കുർത്തേൻ്റെ ഹോളാണ്. അത് അപ്പോൾ ഓഫർ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഫോട്ടോയോ വീഡിയോയോ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഒരു 4 ഷോർട്ട് കുർത്തയാണ് ഞാൻ ഇപ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത്. എക്സ്പ്രസ് ഡെലിവറി ആയിരുന്നു കേട്ടോ, 2 ദിവസം കൊണ്ട് സാധനം കിട്ടി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇപ്രാവശ്യം എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തതാട്ടോ. ഈ ഒരു ഷോർട്ട് കുർത്ത ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു അസിമെട്രിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷോർട്ട് കുർത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കൈയിൻ്റെ ഇവിടെ വന്നിട്ട് ലൂസ്, അടിയിൽ ടാസിലൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന് ഒരു ഫിഷ് കട്ട് പോലെ വന്നിട്ട് ഫുൾ ടാസിലൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുർത്ത വന്നിട്ട് ഒരു ബേസിക് ബ്ലാക്ക് കളറാണ് വിത്ത് അതിലൊരു വൈറ്റ് ഒരു ട്രീൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട്. നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ. പ്യോർ കോട്ടണിൽ വന്നേക്കുന്ന ഒരു കുർത്തയാണിത്. നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം ആണ്. മീഡിയം അത്യാവശ്യം ഞാൻ ഷോർട്ട് കുർത്തിയൊന്നും അങ്ങനെ ഓൾട്ടർ ചെയ്യാറില്ല. കുറച്ച് ലൂസായിട്ട് കിടക്കുമ്പോൾ നല്ല ഒരു കംഫർട്ടബിൾ ഒരു ഭംഗിയിലങ്ങ് കിടന്നോളൂല്ലോ. അപ്പോൾ ഈ ഒരു കുർത്തേൻ്റെ പ്രൈസ് വന്നിട്ട് 200 റുപ്പീസ്. ജസ്റ്റ് 200 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു ഷോർട്ട് കുർത്ത പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നമ്മളിപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ മീഷോയിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ പൈസ കുറയുന്ന പോലെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സ്മാർട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്മാർട്ട് കോയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ 200 ആണ് ഇതിൻ്റെ റേറ്റ് എങ്കിൽ ചിലപ്പോൾ ഒരു 193 പ്ലസ് 7 സ്മാർട്ട് കോയിൻ അങ്ങനെയൊക്കെ പേയ്മെൻറ്റ് നടത്താം. ഇപ്പം ഞാൻ പറയുന്ന റേറ്റിൽ കുറച്ചിട്ടാണ് എല്ലാ കുർത്തയും എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് അതിൽ സ്മാർട്ട് കോയിൻ ആഡ് ആവുന്നതും. അത് ഓരോ സാധനത്തിന് ഇത്ര കോയിൻ എന്നും പറഞ്ഞിട്ട് അതിൽ കാണിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് കുർത്ത വന്നിട്ട് വീനെക്കാണ് കേട്ടോ. വീനെക്കാണല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോയോ വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു പ്രിന്റ് എത്ര കണ്ട് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഇത് പെയിന്റ് ആണ്. ഒരു വാഷ് കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത വന്നിട്ട്. അപ്പോൾ ബേസിക് ആയിട്ടൊരു വൈറ്റ് ബ്ലാക്ക് എടുത്ത സ്ഥിതിക്ക് അപ്പോൾ ബേസിക് ആയിട്ടൊരു വൈറ്റും നമുക്ക് വേണ്ടേ. രണ്ടാമത്തെ ഈ ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്നതാണ്. അത് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് വരുന്നതായിരുന്നു കേട്ടോ. ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺ ആണ്. കൈയിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. കഴുത്ത് വന്നിട്ട് ഒരു ടൈ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാനൊക്കെ പറ്റും. ഫ്രണ്ടിലെ ഡിസൈൻ ഇങ്ങനെയാണ്. ഈ ഒരു കുർത്തേൻ്റെ റേറ്റ് വന്നിട്ട് 236 ആണ് കേട്ടോ. 236 നല്ല സീത്രൂ ആണ്. അപ്പോൾ അടിയിൽ ഇന്നേഴ്സ് ഇട്ടിട്ട് മറ്റേ പിന്നെ ഈ കുർത്ത വന്നിട്ട് അത്യാവശ്യം നല്ല സീത്രൂ ആണ് കേട്ടോ. വൈറ്റ് ആണല്ലോ. ഇതും പ്യോർ കോട്ടൺ തന്നെയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് ഡിസൈനും പ്രിന്റും ഒക്കെ വന്നേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്ത വന്നിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ കുർത്ത കാണാം. മൂന്നാമത്തെ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കളറ് നോക്കി എടുത്തതാണേ. അപ്പം അതാണ് ഇത്. ഈ ഒരു കുർത്ത ഭയങ്കര സിമ്പിളാണ്. ഫ്രണ്ടിൽ മാത്രം ഒരു ഇതും പെയിന്റ് തന്നെയാണ് കേട്ടോ. ഇത് പെയിന്റ് ആണ്. ഇത് എത്ര കണ്ട് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതും ഹാഫ് സ്ലീവ് ആണ്. ഹാഫ് അല്ല, 3/4 സ്ലീവ് ആണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ. ഞാൻ കാണിച്ചേക്കുന്ന എല്ലാം കോട്ടൺ തന്നെയാണ്. അപ്പം എനിക്കില്ലാത്തൊരു കളർ. ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഓറഞ്ചും കോമ്പിനേഷൻ. പക്ഷെ അത് നല്ലതായിട്ട് പോയിട്ടുണ്ട്. കൂടെ ഒരു റെഡും. ഇതിന് ജസ്റ്റ് 217 റുപ്പീസേ ഉള്ളൂ കേട്ടോ. 217 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത പർച്ചേസ് ചെയ്തേക്കുന്നത്. മീഡിയം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്ന. എല്ലാം മീഡിയം ആണ് കേട്ടോ. അത്യാവശ്യം ഷോർട്ട് കുർത്തേൻ്റെ ലെങ്ത് ഒക്കെ ഉണ്ട്. നല്ല മെറ്റീരിയലാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് കാണാം. ലാസ്റ്റ് കുർത്ത ഇത് ഗ്രീൻ കളർ കുർത്തയാണ് കേട്ടോ. നമ്മുടെ ആ ഓറഞ്ച് ആൻഡ് ഗ്രീനിൻ്റെ ചെറിയൊരു പാറ്റേണിൽ കളറിൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടൊരു പ്രിന്റ് വന്നിട്ട്
ബാക്കി ഗ്രീൻ. ഇത് പോവില്ല കേട്ടോ, ഇത് പെയിന്റ് അല്ല, ഇത് ഓൾറെഡി കോട്ടൺ ആണ്. അപ്പം അതിൽ തന്നെ ഉള്ള പ്രിൻ്റാണ്, നല്ല പ്രിൻ്റാണ് കേട്ടോ. ഇതൊക്കെ വൈറ്റ് ഒരു ലൂസ് ട്രൗസറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകുമായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിന് 235 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ. കോട്ടൺ ആണെങ്കിൽ നല്ലൊരു കോട്ടൺ ആണ്. അപ്പം ഈ 4 ഇപ്രാവശ്യം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. കൂടെ ഞാൻ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്താൻ വേണ്ടി നോക്കിയേക്കാം. അപ്പം ഈ 4 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര അഫോർഡബിൾ ആവണം. അപ്പം നമ്മുടെ ഡെയിലി വെയറിന് കോളേജിൽ പോകുന്നവർക്കാണെങ്കിൽ, വർക്കിന് പോകുന്നവർക്കാണെങ്കിൽ ഇപ്പം ഡെയിലി നമുക്ക് മാറ്റിയിടണം. ഇപ്പം ഇന്നിട്ടത് പിറ്റേ ദിവസം ഇടാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ, ജഡ്ജ്മെൻറ്റിലാണല്ലോ ലോകം. അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാനാണെങ്കിൽ കുറച്ച് അഫോർഡബിൾ റേറ്റിന് കുറച്ചധികം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. മീഷോയിലും ഉണ്ട് കേട്ടോ. മീഷോയിൽ എനിക്ക് ആകെ ഒരു ഡിഫക്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഭയങ്കരമാണ് അവരുടെ ഡെലിവറി ടൈം വരുന്നത്. ശരിയാണ്, അവർ സാധനം നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എല്ലാം അറിയാൻ വേണ്ടി പറ്റും. എന്നാൽ കൂടി ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ഡെലിവറി അവൈലബിൾ ആണ്. അതായത് ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ സാധനം കിട്ടും. ആമസോണിലൊക്കെ ആണെങ്കിൽ 24 hour ഡെലിവറി ഉണ്ട്. ഇന്ന് ഓർഡർ ചെയ്ത് വൈകുന്നേരം കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇത് പൊടിക്ക് നല്ലതാണ്. പക്ഷേ മീഷോയിൽ അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ മീഷോ. പക്ഷേ ഇതും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. ഇപ്പം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒരു 235 ആണ്. ബാക്കിയെല്ലാം അതിൽ താഴെ തന്നെയുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.